Hello. So, welcome to market discussion of the day. Today, December 2nd, 2025. ട്യൂസ്ഡേ ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. സോ അതിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കി വീഡിയോ കണ്ട് പോകാവുന്നതുമാണ്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ ഡയറക്റ്റ്ലി കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി 1-to-1 മീറ്റിംഗ് ആയിട്ട് ഇരിക്കുകയും ചെയ്യാമെന്നെടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ ഇന്നത്തെ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇന്ന് ഓൾറെഡി നമുക്ക് ഫെഡ് ചെയർ പവലിൻ്റെ സ്പീച്ച് ഉണ്ടായിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. സോ ഫെഡ് ചെയർ പവലിൻ്റെ സ്പീച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. കാരണം സ്പീച്ചിന് മുന്നേ ആയിട്ട് തന്നെ എന്താ പറയുക, കറണ്ട് അഫയേഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കില്ല എന്നുള്ളൊരു കാര്യം പവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടിട്ട് തന്നെ വളരെ കുറച്ച് നേരമായിരുന്നു സ്പീച്ച് ഉണ്ടായിരുന്നത്. അത് ഡയറക്റ്റ്ലി നമ്മളുടെ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്തിട്ടും ഇല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കി പോവുകയും ചെയ്യാം അല്ലേ. സോ അത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണേണ്ട ഒരു ന്യൂസ് ആണെന്നുള്ളത്. പക്ഷേ മാർക്കറ്റിനെ വലിയ രീതിയിൽ അത് അഫക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലേ. സോ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ വേറെ ന്യൂസുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ നമുക്ക് നാളത്തെ ദിവസം നമ്മൾ നോക്കുമ്പോൾ നാളത്തെ ന്യൂസുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാളെ നമുക്ക് എന്താ പറയുക, മെയിനായിട്ട് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത്, നമ്മളുടെ ട്രേഡ് ചെയ്യുന്ന പേഴ്സിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്നത് ADP നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ചിൻ്റെ ന്യൂസും അതേപോലെ തന്നെ ISM സർവീസ് PMI എന്ന് പറയുന്ന ന്യൂസുമാണ്. ഇത് വന്നിട്ട് ADP നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് വരുന്നത് UK ടൈമിംഗ് ഉച്ചയ്ക്ക് 1:15 വരുന്നത്. സോ അതിനുശേഷം 3 മണിക്ക് ISM സർവീസ് PMIയുടെ ന്യൂസും വരുന്നുണ്ട്. ഈ രണ്ട് ന്യൂസുകളും ഭയങ്കര വലിയ ന്യൂസുകളൊന്നുമല്ല. ഓക്കെ, സോ ഈ ആഴ്ച ഏറ്റവും വോളറ്റൈലായിട്ട് നമ്മൾ പ്രതീക്ഷിച്ച ന്യൂസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതായിരുന്നു, ഫസ്റ്റിലെ നമ്മൾ പറഞ്ഞ ഫെഡ് ചെയർ പവലിൻ്റെ സ്പീച്ചായിരുന്നു. ഓക്കെ, സോ ഈ രണ്ട് ന്യൂസുകളും നമുക്ക് എന്താ പറയുക, ഒരു ചെറിയൊരു വോളറ്റാലിറ്റി ഉണ്ടാക്കും എന്നല്ലാതെ ഒരു ഡയറക്ഷണൽ ചേഞ്ച് ഒന്നും ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റിയോ പവറോ ഇല്ലാത്ത ന്യൂസാണ് എന്നുള്ളൊരു കാര്യം കൂടെ എടുത്ത് മനസ്സിലാക്കി പോവുക. പക്ഷേ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ് ആക്ച്വലി നമ്മുടെ US-ഉം റഷ്യയും തമ്മിലുള്ള കൂടിക്കാഴ്ച റിഗാർഡിങ് റഷ്യ-ഉക്രൈൻ വാർ. ഓക്കെ, സോ അതൊരു സമാധാനത്തിലോട്ട് പോകാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയും തുറന്ന് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ റഷ്യ-US മീറ്റിങ്ങിനകത്ത് ഉറപ്പായിട്ടും ആ ഒരു തീരുമാനം നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഉറപ്പായിട്ടും നമ്മൾ അതിനകത്ത് അപ്ഡേറ്റഡ് ആയിരിക്കാം. അത് നമുക്ക് ഫോബ്സ് ന്യൂസിൽ നമുക്കത് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും പറ്റും. അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. ഉറപ്പായിട്ടും അങ്ങനെ ഒരു സമാധാന ചർച്ച വന്ന് സമാധാനത്തിലായി എന്നെങ്ങാണ് ന്യൂസ് വന്ന് ഉറപ്പായിട്ടും ഗോൾഡിൻ്റെ കൗണ്ടറൊക്കെ ഒറ്റയടിക്കായിരിക്കും മുകളിലോട്ടോ താഴോട്ട് പോകുന്നത്. സമാധാനമായില്ല, അലസിപ്പിരിഞ്ഞു എന്നെങ്ങാണ് കേട്ട് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ കൗണ്ടർ ഒറ്റ സിംഗിൾ ക്യാൻഡിലൊക്കെ $100 വരെയൊക്കെ ഒറ്റയടിക്ക് മുകളിലോട്ട് പോകാനായിട്ടുള്ള ശക്തിയും അതിനുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി മാത്രം ഇന്നത്തെ ദിവസം ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ട്രേഡ് ചെയ്യുക. റെക്കമെൻഡ് ചെയ്യുന്നില്ല ഞാൻ ഗോൾഡിൽ ട്രേഡ് ചെയ്യാനായിട്ട്. വെറുതെ ഇങ്ങനത്തെ ഒരു ദിവസം ട്രേഡ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് നല്ല ഒരു അവസരം കിട്ടുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ 4215 എന്തോ ആണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നല്ലൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ട്രേഡ് എടുക്കാം. പക്ഷേ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ട് വെക്കുകയും ചെയ്യണം. നമുക്ക് എടുക്കാൻ പറ്റുന്ന റിസ്ക് മാത്രമേ എടുക്കാനും പാടുള്ളൂ. നമുക്ക് എടുക്കുന്ന ലോട്ട് സൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇപ്പം നിങ്ങളുടെ അടുത്ത് ഓരോ അവസരങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് അല്ലേ. പക്ഷേ ഈ അവസരങ്ങൾ നിങ്ങൾ എടുക്കുന്നതാണ് ലോട്ട് സൈസും അതിന് വെക്കുന്ന സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റും. അത് എനിക്കറിയില്ല നിങ്ങൾ എത്രമാത്രം ക്യാപിറ്റൽ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ നിങ്ങളുടെ ഇക്വിറ്റിയിൽ നിന്ന് 5% കൂടുതൽ പോകാൻ പാടില്ല എന്നുള്ള ഉറപ്പിൽ വേണം നിങ്ങൾ വെച്ച് പോകാനായിട്ട്. അങ്ങനെ നിങ്ങൾക്ക് ഗോൾഡിൽ വേണമെങ്കിലും എടുത്തു പോകാം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ അതേപോലെ നമുക്ക് നേരെ നമ്മളുടെ ടെക്നിക്കൽ സൈഡിലോട്ട് വരാം. ഓക്കെ, ടെക്നിക്കൽ സൈഡിലോട്ട് നമുക്ക് വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് നമ്മളുടെ
USD JPYയിലോട്ട് തന്നെ വരാം. USD JPY 155.84 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. ഇന്നലെ 156 എന്ന് പറയുന്ന സപ്പോർട്ട് ബ്രേക്കായി 154.70 വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത് 154 അവിടെ നിന്നുള്ളൊരു ബൈ ആണ്. പക്ഷെ അത് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് ജപ്പാൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയും ജപ്പാനും തമ്മിലുള്ള പ്രശ്നമാണ്. ഓക്കെ, സോ ചൈനയും ജപ്പാനും തമ്മിലുള്ള പ്രശ്നം കുറച്ചും കൂടെ എന്താ പറയുക സീരിയസ് ആയിക്കൊണ്ടിരിക്കുന്നു. സോ അത് ഒരു വോറിലോട്ടൊക്കെ പോകുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമ്മൾ കണ്ടറിയണം കേട്ടോ. ഇനി അതിൻ്റെയും കൂടെ കുറവേ ഉള്ളൂ. സോ ബേസിക്കലി എന്തായി തീരും എന്നുള്ളൊരു കാര്യത്തിനെ പറ്റി അറിയില്ല. സോ എന്നും പറഞ്ഞ് ജാപ്പനീസ് യെന്നിൽ നിന്ന് മാറി നിൽക്കണം എന്നൊരിക്കലും ഞാൻ പറയത്തില്ല കേട്ടോ. ജാപ്പനീസ് യെന്നൊക്കെ സ്റ്റേബിളാണ്. അത് മാത്രമല്ല അവിടുത്തെ പുതിയ പ്രൈം മിനിസ്റ്റർ വളരെ നല്ല രീതിയിൽ എന്താ പറയുക ഉള്ളൊരു ഒരു ഭരണകർത്താവായത് കൊണ്ടിട്ട് തന്നെ ജാപ്പനീസിൻ്റെ അപ്പം മുതലാണ് ഒക്ടോബർ 21 തീയതിയാണ് പുള്ളിക്കാരത്തി എന്താ പറയുക ചാർജ് എടുത്തത്. അതിനുശേഷമാണ് JPY മുകളിലോട്ട് ഒരു അപ് ട്രെൻഡ് നമ്മൾ കണ്ടതും JPY അല്ലേ. സോ ഇപ്പോൾ 155.86 നിൽക്കുന്നു. സോ 156 എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അവിടെ റെസിസ്റ്റൻസ് ഉണ്ടാകും. റെസിസ്റ്റൻസ് ഉണ്ടായി താഴോട്ട് പോകും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ അവിടുന്ന് സെല്ലെടുക്കണമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ബൈ മാർക്കറ്റാണ്, അപ് ട്രെൻഡാണ്. ഉറപ്പായിട്ടും 156 അവിടെ റെസിസ്റ്റ് ചെയ്യും എന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷേ അവിടുന്ന് സെല്ലെടുക്കണോ എന്നതിൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് റെക്കമെൻഡേഷൻ ഇല്ല. നമുക്കുള്ള ഓപ്പർച്യൂണിറ്റി എന്താ വെച്ചാൽ 2 ഓപ്പർച്യൂണിറ്റിയാണുള്ളത്. ഒന്നെങ്കിൽ ഇന്നത്തെ ദിവസം മാറി നിൽക്കുക ജാപ്പാനീസ് യെന്നിൽ നിന്ന്. ഓക്കെ, ഇല്ല എങ്കിൽ നമുക്ക് 2 മാർക്കറ്റ് ഓപ്പണിങ്സിനോ ക്ലോസിങ്ങിനോ 2 മാർക്കറ്റ് ഓപ്പണിങ്സിനോ ക്ലോസിങ്ങിനോ 156 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നത് കണ്ടാൽ 156 മുകളിലായിട്ട് നമുക്ക് ബൈ ചെയ്ത് പോകാം. സേഫ്റ്റി എന്താ വെച്ചാൽ ഇന്ന് അവസാനിക്കുന്നത് 156 മുകളിലാണ്. നാളെ ഓപ്പൺ ആവുന്നത് നാളെ രാവിലെ ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്ക് 156 മുകളിലാണ് എങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും എന്താ പറയുക സുരക്ഷിതമായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തൽക്കാലം JPY നിന്ന് മാറി നിൽക്കുക. എന്നിട്ട് നമുക്ക് 150 എന്താ പറയുക അതാണ് നമ്മളുടെ ഓപ്പർച്യൂണിറ്റി. 156 മുകളിലായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി സേഫായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ 155.40 താഴെ സ്റ്റോപ്പ് ലോസും വെക്കണം. ഓക്കെ, അല്ല എങ്കിൽ ഇന്ന് മാർക്കറ്റ് താഴെ വീണ് കിട്ടി 154 റേഞ്ചിലൊക്കെ കിട്ടുകയാണെങ്കിൽ അവിടുന്ന് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 153.40 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കണം. 1:1 പോയിന്റ് റേഷ്യോയിൽ ടേക്ക് പ്രോഫിറ്റിന് വെച്ച് പോകണം. ഓക്കെ, സോ ഇതാണ് എനിക്ക് JPYയിൽ പറഞ്ഞു തരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ യൂറോയിലോട്ട് വരാൻ നേരത്ത് യൂറോയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് റഷ്യ ഉക്രൈൻ വാറിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ന്യൂസ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് യൂറോനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും. അത് തന്നെയാണ് എനിക്ക് ഇന്നും പറയാനായിട്ടുള്ളത്. കാരണം അതിനൊരു തീരുമാനം ഉണ്ടാവാറായി നിൽക്കുന്ന ഈ ഒരു ടൈമിൽ 151.3 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. ടെക്നിക്കൽ സൈഡ് മാത്രം നോക്കുകയാണെങ്കിൽ 1.1600 അവിടെ നിന്ന് നിങ്ങൾക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, സോ 1.1600 അവിടെ നിന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 1.1540 താഴെയായിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. ഓക്കെ, സോ ആ സ്റ്റോപ്പ് ലോസ് നമ്മൾ വെച്ചിട്ട് ടേക്ക് പ്രോഫിറ്റ് ബേസിക്കലി എന്താ പറയുക ഇന്നലെ പോയ ഹൈഡ് അവിടെയൊക്കെ ആയിട്ട് ടേക്ക് പ്രോഫിറ്റ് എടുത്ത് പോവുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് യൂറോയിൽ പറയാനായിട്ടുള്ളത്. കാരണം എന്താണ് ഞാൻ ഉറപ്പായിട്ടും പറയും 1:1.5 റേഷ്യോയിൽ എടുക്കണം എന്ന്. പക്ഷേ യൂറോയുടെ കാര്യത്തിനകത്ത് പെട്ടെന്ന് ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് പെട്ടെന്ന് കച്ചവടം അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് US സെഷൻ ഓപ്പൺ ആവുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയാൽ പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് എനിക്ക് യൂറോയിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഇല്ലാത്ത പക്ഷം യൂറോയിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് നമ്മൾ USD നമ്മളുടെ GBP USD ഇന്നലെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താണ് ആ ഓപ്പർച്യൂണിറ്റി? 1.2100 അവിടെ നിന്ന് അല്ലെങ്കിൽ 1.3200 അവിടെ നിന്ന് ഉള്ള 21 അല്ല കേട്ടോ, ഞാൻ മാറിപ്പോയതാണ്. 1.3200 അവിടെ നിന്ന് അല്ലെങ്കിൽ 1.3210 അവിടെ നിന്നുള്ളൊരു ബൈ ഇന്നലെ എടുത്തിട്ടുള്ള ആൾക്കാർ എല്ലാവരും ഓൾമോസ്റ്റ് ഒരു 70 പിപ്പിൻ്റെ പ്രോഫിറ്റിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആ പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ ബേസിക്കലി GBPയിൽ ഇനിയും 1.3200 അവിടെ കിട്ടുകയാണ്. 1.3212 നിൽക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബൈ ചെയ്യാം. 1.3210 കിട്ടുകയാണെങ്കിൽ ബൈ ചെയ്യാം. ടൈറ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് 1.3170 അവിടെ എങ്കിലും നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് 1:1.5 റേഷ്യോ 1.3270 അവിടെ നമുക്ക് ടേക്ക് പ്രോഫിറ്റും എടുത്ത് പോകാവുന്നതാണ്. ഓക്കെ, അതായത് 40 പിപ്പിൻ്റെ സ്റ്റോപ്പ് ലോസും 60 പിപ്പിൻ്റെ ടേക്ക് പ്രോഫിറ്റും നമുക്ക് GBPയിൽ പ്രതീക്ഷിക്കാവുന്നതുമാണ് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് GBPയിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. അതിനകത്താണ് ഇന്നലെ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ഇന്നും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പം നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, വേണം എന്നുള്ള ആൾക്കാർക്ക് എടുത്ത് പോവുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് GBPയിൽ എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ,
സോ നേരെ നമ്മൾ നമ്മളുടെ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ് ഇങ്ങനൊരു കാര്യം നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിട്ട് വേണം ട്രേഡ് എടുക്കാനായിട്ട്. സോ ഗോൾഡിലെ കൗണ്ടർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡ് ഇന്ന് രാവിലെ മൂവ് ചെയ്തപ്പോൾ താഴോട്ട് വന്നപ്പോൾ 4200 വരെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, 4200 പോയിന്റ് സം ചേഞ്ച് വരെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ വീണ്ടും നമുക്ക് ആ ഒരു റേഞ്ചിൽ വീണ്ടും കിട്ടുകയാണെങ്കിൽ, സോ ഈ ഒരു കറണ്ട് ക്യാൻഡിൽ 4207 വരെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ 4207 എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ളൊരു സപ്പോർട്ട് ഈ ഒരു ക്യാൻഡിൽ ഉണ്ടായത് അല്ല കേട്ടോ. 4207 എന്ന് പറയുന്ന സപ്പോർട്ടാണെന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇതേവരെ 4210 താഴെയായിട്ട് ഒരു 1 അവർ ക്യാൻഡിൽ ഒരു ബോഡി പോലും ഫോം ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ കഴിഞ്ഞ 2 മണിക്കൂർ മുന്നേ ഉള്ളൊരു ക്യാൻഡിലാണ് 4215 താഴെയായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ 4210 എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ടിട്ട് തന്നെ ഒരു ഷോർട്ട് ടേം ട്രേഡൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് നോക്കണമെങ്കിൽ ഇന്ന് പോയ ലോയുടെ താഴെയായിട്ട് ഒരു $4-5 4195 അവിടെ സ്റ്റോപ്പ് ലോസ് വെച്ച് $15 സ്റ്റോപ്പ് ലോസും $30 ടേക്ക് പ്രോഫിറ്റും അല്ലെങ്കിൽ $25 ടേക്ക് പ്രോഫിറ്റും വെച്ച് ട്രേഡ് എടുത്ത് പോകാവുന്നതുമാണ് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ അതാണ് എനിക്ക് നമ്മളുടെ ഗോൾഡിൽ പറയാനായിട്ടുള്ളത്. പക്ഷേ ഇത് നിർബന്ധമായിട്ടും ചെയ്യണം എന്നുള്ളൊരു കാര്യമല്ല. ഞാൻ എടുക്കത്തില്ല ഗോൾഡിൽ നിന്ന് ട്രേഡ്. കാരണം ഇന്ന് നിങ്ങൾക്കറിയാം ഞാൻ ഗോൾഡിൽ അധികം ട്രേഡ് ചെയ്യാത്ത ആളാണ് അല്ലേ. സോ ഗോൾഡിൽ നമുക്ക് എന്താ പറയുക, ഇന്ന് US സെഷന് മുന്നേ ആയിട്ട് നിങ്ങൾ കച്ചവടം അവസാനിപ്പിക്കും എങ്കിൽ ഉറപ്പായിട്ടും വേണമെങ്കിൽ ചെറിയ ലോട്ടിൽ മാക്സിമം, ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും പറയാറുള്ള കാര്യം, നിങ്ങളുടെ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങളുടെ 5% കൂടുതൽ ഇക്വിറ്റിയിൽ നിന്ന് പോകത്തില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് വെക്കാൻ പറ്റുമെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ലോട്ട് സൈസും സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റും വെച്ച് പോകുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. ഗോൾഡിൽ 4210 അവിടുന്ന് വേണമെങ്കിൽ ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. പക്ഷേ വലിയൊരു ഈവൻ്റ് ഇന്ന് നടക്കാൻ പോവുകയാണ് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കി പോവുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ റഷ്യ US തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം റഷ്യ ഇന്ത്യ മീറ്റിംഗ് ഉണ്ടാവും. ഓക്കെ, സോ ബേസിക്കലി ആ ഒരു മീറ്റിംഗ് ഇന്ന് അലസിപ്പിരിഞ്ഞാൽ, റഷ്യ US തമ്മിൽ അലസിപ്പിരിഞ്ഞാൽ ഉറപ്പായിട്ടും റഷ്യക്കെതിരെ എന്തെങ്കിലുമൊക്കെ ഡൊണാൾഡ് ട്രംപ് ചെയ്യുമല്ലോ. സോ ആ ചെയ്യുന്നത് ചിലപ്പം റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാർ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ 100% താരിഫ് കൊണ്ടുവരാൻ പോവുകയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളിലോട്ടായിരിക്കും നാളെയൊക്കെ വരാൻ പോകുന്നത്. സോ അങ്ങനെ വരുമ്പോൾ ഉറപ്പായിട്ടും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ അത് ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും. സോ അതുകൊണ്ടിട്ട് തന്നെ ഇന്നത്തെ മീറ്റിംഗ് എല്ലാ ആൾക്കാരും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കണ്ട് അതിനകത്തുനിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു തീരുമാനമെടുത്ത് പോവുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഉറപ്പായിട്ടും നമ്മളുടെ കോഴ്സ് ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും കോഴ്സിന് ജോയിൻ ചെയ്യാം. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് 2 വീഡിയോസ് മാത്രമാണ് ഇതേവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. സോ ബാക്കിയുള്ള വീഡിയോസ് വരുന്ന വീക്കെൻഡുകളിൽ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അത് കാണുകയും ചെയ്യാം. സോ അത് നിങ്ങൾ നോക്കിക്കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഡയറക്റ്റ്ലി കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ കോൺടാക്ട് ചെയ്യുന്നതുകൊണ്ടും തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ, സോ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ ഈ ഒരു എന്താ പറയുക മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.